ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. അനൂപേട്ടനെ എങ്ങനെയെങ്കിലും ഞങ്ങളെ രക്ഷിക്കും. അല്ല, ഇതാരൊക്കെയാ വന്നിരിക്കുന്നേ? ഞാനും അച്ഛനും കൂടി ഒന്ന് പുറത്തു പോകാൻ തുടങ്ങായിരുന്നു. അച്ഛന് ആരെയോ കാണണം. നിങ്ങൾ വിഷമിക്കണ്ട. അനൂപിന് വേണ്ടി നമ്മളൊരു വക്കീലിനെ വെക്കാൻ തീരുമാനിച്ചിട്ടുണ്ട്. അവന്തിക ഒരു നല്ല വക്കീലിന്റെ കാര്യം പറഞ്ഞിട്ടുണ്ട്. നമുക്ക് അവരെ തന്നെ വെക്കാം. അച്ഛനെയും മക്കളെയും രക്ഷപ്പെടുത്താൻ വേണ്ടി പറഞ്ഞതാണെങ്കിലും ഇത് കുറച്ച് കൂടിപ്പോയി മോനെ. അമ്മയും മറ്റുള്ളവരുടെ നെഞ്ചി പിളർക്കുന്ന വാക്കുകളാ നീ പറഞ്ഞത്. അമ്മയും മോനത് നിസ്സാരമായിരിക്കും, പക്ഷെ ഇവക്ക് ഞങ്ങൾക്കൊന്നും അത് സഹിക്കാൻ പറ്റത്തില്ല. അത് കേട്ട നിമിഷം മുതൽ ഞങ്ങളുടെയൊക്കെ ജീവിതം നഷ്ടപ്പെട്ടതുപോലെയാ. ആദ്യം ഞാനും സച്ചേട്ടനെ തെറ്റിദ്ധരിച്ചു. പക്ഷേ പിന്നീട് ആലോചിച്ചപ്പോ സച്ചേട്ടൻ പറഞ്ഞത് തെറ്റാണെങ്കിലും അതിന്റെ ഉദ്ദേശശുദ്ധിയെക്കുറിച്ച് ഇപ്പൊ എനിക്ക് സംശയമില്ല. എന്തൊക്കെ ചെയ്തിട്ടാണെങ്കിലും അനൂപേണ്ണെ ഞങ്ങൾ രക്ഷിക്കും. നിങ്ങളൊന്ന് വിശ്വസിക്കണം. എത്ര വലിയ വക്കീലിനെ വെക്കേണ്ടി വന്നാലും എത്ര പണം ചെലവാക്കേണ്ടി വന്നാലും അനൂപേട്ടനെ ഞങ്ങൾ നിങ്ങൾക്ക് തിരിച്ചു തരും. അങ്ങനെ പറഞ്ഞാൽ മാത്രം പോരല്ലോ, കാര്യം കൂടെ നടക്കണ്ടേ? അനൂപ് ഇപ്പോഴും ലോക്കപ്പിൽ കിടക്കുമല്ലേ? മീരയ്ക്ക് അതിൽ വിഷമം ഉണ്ടായാ നമുക്കതിൽ തെറ്റു പറയാൻ പറ്റുമോ? ഞങ്ങൾ നേരെ പോലീസ് സ്റ്റേഷനിലേക്ക് പോകുന്നത്. അപ്പോ ഡോക്ടറെ കാണാൻ പോകുന്നില്ലേ? അച്ഛാ, പോലീസ് സ്റ്റേഷനിൽ പോയി വേണ്ട കാര്യങ്ങൾ ചെയ്തിട്ട് മാത്രമേ ഞങ്ങൾ ഡോക്ടറെ കാണാൻ പോകുന്നുള്ളൂ. അവന്തികെ, ഇപ്പൊ തന്നെ നീ പറഞ്ഞ വക്കീലിനെ വിളിച്ച് ഏർപ്പാടാക്കണം. എത്രയും വേഗം ജാമ്യത്തിന് വേണ്ട ഏർപ്പാടുകൾ ചെയ്യാൻ പറയണം. ഒരു പേടിയും വേണ്ട. ഒരു പോറൽ പോലും ഏൽക്കാതെ അനൂപേട്ടനെ ഞങ്ങൾ കൊണ്ടുവരും. അർച്ചന, പോ നമുക്ക്. ഞങ്ങളൊരു അത്യാവശ്യ കാര്യത്തിന് പുറത്തേക്ക് പോവുക. ഉടനെ തന്നെ തിരിച്ചു വരും. ഞങ്ങൾ വന്നിട്ട് നിങ്ങൾ പോയാ മതി. അവന്തികെ, പോവാൻ മോളെ. മീര, സച്ചി അങ്ങനെ പറഞ്ഞു എന്ന് കരുതി ഒന്നും പേടിക്കണ്ട. അനൂപിനെ രക്ഷിക്കാനുള്ള എല്ലാ കാര്യങ്ങളും ഞങ്ങൾ ചെയ്യും. അല്ലേ അച്ഛാ? എന്താ സംശയം? നിങ്ങൾ ഏതായാലും ഇരിക്കും. അനൂപിന് ഒരു കുഴപ്പം വരാതെ ഞങ്ങൾ നോക്കിക്കോളാം. വാ മോളെ. ശരി.